ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, അറിഞ്ഞൂടാത്തത് കൊണ്ടാണെങ്കിൽ ഞാൻ പറയാം. വരുണിനെയും രാധികയെ അറസ്റ്റ് ചെയ്തതേ സംശയത്തിന്റെ പേരില. ചന്ദ്രശേഖരനെ അറസ്റ്റ് ചെയ്തതേ തെളിവിന്റെ ബലത്തിലും. ചന്ദ്രശേഖരന്റെ ആരോപണങ്ങൾ കോടതിയിൽ തെളിയിക്കാം. അതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ പ്രിയങ്കയെ കൊന്നവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പേരാ, കണിമംഗലം ചന്ദ്രശേഖരന്റെ. അതെ സാറേ, നിങ്ങൾ ആരെങ്കിലും പിടിച്ച് ലോക്കപ്പിൽ ഇട്ടിട്ട് നല്ല ഇടിയും കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവര് സമ്മതിച്ചു തരും. പക്ഷേ അതും പറഞ്ഞ് കണിമംഗലത്തോട്ട് കയറി വന്നാലുണ്ടല്ലോ. മാഡം, ഞാൻ ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാ. ചന്ദ്രശേഖരനാണ് പ്രിയങ്കയെ കൊന്നതെന്ന് എനിക്ക് വ്യക്തമാണ്. ഞാൻ വന്നത് ഇയാളെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇയാളെ ഞാൻ കൊണ്ടുപോയിരിക്കും. ബലം പിടിക്കുന്നോടാ. പിടിക്കണേ, ബലം പിടിക്ക. ഏട്ടാ, എന്നെ വിടാൻ പറ. ചന്ദ്രേട്ടാ, മാറാൻ. കൽപ്പന ഇത് കണ്ടോ? ഐ ആം സോറി മിസ്റ്റർ പരമേശ്വരൻ, നിങ്ങളുടെ അനിയനെ ഞാൻ കൊണ്ടുപോവാ. ചന്ദ്രേട്ടനെ കൊണ്ടുപോകല്ലേ? ചന്ദ്രശേഖര, തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നിനക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഈ കേസിൽ നിന്ന് നീ രക്ഷപ്പെടും. അത്ര എനിക്കിപ്പോ പറയാനുള്ളൂ. ഒന്ന് പറയട്ടാ. അയ്യോ ചന്ദ്രേട്ടാ, അയ്യോ ആരെങ്കിലും അത് പറ കൊണ്ടുപോലെന്ന്. അയ്യോ ചന്ദ്രേട്ടാ, കൽപ്പന ഇത് കണ്ടോ? അമ്മേ, ചേട്ടാ ഒന്ന് പറയ. എത്രയോ കാലമായി ഒളിഞ്ഞും തെളിഞ്ഞു ഈ കുടുംബത്തെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട്. അവസാനം സത്യം തെളിഞ്ഞല്ലോ. അതെങ്ങനെയമ്മേ ചെറിയച്ഛനെ അറസ്റ്റ് ചെയ്തപ്പോഴേക്കും സത്യം തെളിഞ്ഞു എന്ന് പറയുന്നേ? വരുണിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയത് ഇങ്ങനെയല്ലേ? മോളെ, അറിഞ്ഞൂടാത്തത് കൊണ്ടാണെങ്കിൽ ഞാൻ പറയാം. വരുണിനെയും രാധികയെ അറസ്റ്റ് ചെയ്തതേ സംശയത്തിന്റെ പേരില. ചന്ദ്രശേഖരനെ അറസ്റ്റ് ചെയ്തതേ തെളിവിന്റെ ബലത്തിലും. ആ, കരുതിക്കുട്ടി ചന്ദ്രശേഖരനെ കേസിൽ പെടുത്തിയതാണെന്ന് പറഞ്ഞു നടക്കാം. അല്ലാതെ ACP പറഞ്ഞ നിലയ്ക്ക് അവൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല. കൽപ്പന, ചെറിയ സമാധാനിക്ക്. ഈ കുടുംബത്തിന്റെ അന്തസ് അവനായിട്ട് ഇല്ലാതാക്കി, അത്ര തന്നെ.
ഇവിടെ ഇപ്പോ ACP വന്നിരുന്നു. ചെറിയച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ആരതിവർമ്മ എന്നെ വിളിച്ചിരുന്നു. ചന്ദ്രശേഖരൻ തന്നെ അത് ചെയ്തതെന്ന് അക്കാര്യത്തിൽ ഒരു മാറ്റമില്ല. കോടതിയിൽ അത് വ്യക്തമായിട്ട് തെളിയിക്കാൻ ആരതിക്ക് സാധിക്കും. അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആ, ചെറിയമ്മ തടയാനും ബഹളം വെക്കാനൊക്കെ നോക്കിയായിരുന്നു. പിന്നെ വിലങ്ങ് വെച്ചിട്ടാ അവർ ചെറിയച്ഛനെ കൊണ്ടുപോയതും. തെറ്റിന്റെ ആഴം അത്രയ്ക്ക് വലുതാ. പിന്നെ വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. തെറ്റിയാത്ത നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ ഒരു കാരുണ്യം കാണിച്ചില്ലല്ലോ. ഇപ്പോഴാ എനിക്കും വരണ ശരിക്കും സമാധാനമായത്. എല്ലാത്തിനും മാഡത്തിനോടാ ഞാൻ നന്ദി പറയേണ്ടത്. എന്നോടല്ല, ഭഗവാൻ കൃഷ്ണനോടും പിന്നെ ആരതിയോടും. അവരോടാ നന്ദി പറയണ്ട. ആരതി ചേച്ചിയെ ഞങ്ങൾ പോയി കണ്ടോളാം. ആ, എന്നാ പിന്നെ ഞാൻ ഫോൺ വെക്കട്ടെ മാഡം. ശരി മോളെ. എന്താടി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞോ എല്ലാവരോടും? എന്നിട്ടേ എന്തു പറഞ്ഞു നിന്റെ വളർത്തമ്മ? വളർത്തമ്മ എന്ന് മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചെറിയമ്മ. ഇവൾക്ക് വളർത്തമ്മമാർ ഒരുപാടുണ്ടല്ലോ. നേരെയുള്ള അമ്മയല്ലേ ഇല്ലാത്തത്. എടത്തി, നിങ്ങൾ എന്തിനാ ഇപ്പൊ എന്നോട് ദേഷ്യപ്പെടുന്നത്? ചെറിയച്ഛനെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചെറിയച്ഛൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയല്ലേ? ചന്ദ്രൻ എന്ത് തെറ്റടി ചെയ്തത്? നിങ്ങൾ എല്ലാവരും കൂടി എന്റെ ചന്ദ്രേട്ടനെ കഴുമരത്തി കയറ്റെന്നാണോ കരുതിയിരിക്കുന്നത്? ആണോടി? ചെറിയമ്മേ, ഇനി എന്റെ ദേഹത്ത് കൈ വെക്കരുത്. ഓഹോ, അവളുടെ ഭീഷണി കേട്ടില്ലേ ചെറിയമ്മേ? അവളുടെ കറണ് നോക്കി ഒരെണ്ണം കൊടുക്ക ചെറിയമ്മേ. എടീ